السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലുള്ള ബാധ്യതകൾ അത് 5 കാര്യങ്ങളാവും. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞത് റദ്ദുസ്സലാം. ഒരാൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് മടക്കുക എന്നുള്ളത്. സലാം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പറയൽ എന്താണ്? അത് സുന്നത്തായ കാര്യം. പക്ഷേ അങ്ങനെ ആരെങ്കിലും സലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടിയായി പറയുക എന്നുള്ള കാര്യം അത് നിർബന്ധമായ കാര്യമാണ്. മാത്രമല്ല സലാം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, സലാം അടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിൽ തിരിച്ച് അങ്ങോട്ട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് കൂട്ടിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, എപ്പോഴും പറയേണ്ടത്. ഇങ്ങോട്ട് എത്ര പറഞ്ഞോ അതിനേക്കാൾ കൂട്ടിക്കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അങ്ങോട്ട് പറയേണ്ടത്. രണ്ടാമത്തെ കാര്യം വഇയാദത്തുൽ മരീദി. ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അയാളെ സന്ദർശിക്കണമെന്ന്. ഒരാൾ രോഗിയാവുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തലവേദന വന്നാലും തന്നെയാണ്, രോഗം തന്നെയാണ്. പക്ഷെ അത്തരത്തിലുള്ള രോഗമല്ല, മറിച്ച് അയാൾക്ക് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ആളായിരുന്നു, അങ്ങനെ അതിന് സാധിക്കാത്ത ഒരു രോഗം അയാൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അയാളെ സന്ദർശിക്കുക എന്നുള്ളത് അത് ഹക്കാണ്, വാജിബാണ് എന്ന്, അത് അനിവാര്യമായ കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം വത്തിബാഉൽ ജനായിസി. ഒരു ജനാസയെ അനുഗമിക്കുക. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ജനാസയെ അനുഗമിക്കുക എന്നുള്ളതും ഒരു മുസ്ലിമിൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇജാബത്തു ദഅവതി. ക്ഷണം സ്വീകരിക്കുക എന്നതാണ്. ഇവിടെ ക്ഷണം സ്വീകരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലീമ പോലുള്ള വിവാഹ സൽക്കാരങ്ങളിലേക്ക് വിവാഹ സൽക്കാരങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കണ്ട് കാണാൻ സാധിക്കും, വമൻ ലം യുജിബ് ദഅവ ഫഖദ് അസല്ലാഹ വറസൂല. ആരെങ്കിലും ഒരു കല്യാണം ക്ഷണിച്ചിട്ട് ആ ക്ഷണം അയാൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അയാൾ അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും എന്ത് ചെയ്തിട്ടുണ്ട്, ധിക്കാരം പ്രവർത്തിച്ചിട്ടുണ്ട്, അദ്ദേഹം തിന്മ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ദഅവത്ത് സ്വീകരിക്കുക എന്നുള്ളത്, ക്ഷണം സ്വീകരിക്കുക എന്നുള്ളതും എന്താണ്, ബാധ്യതയാണ്. എന്നാൽ അതല്ലാത്ത ക്ഷണങ്ങളാണ് എങ്കിൽ അവിടെ എന്തുണ്ട്, അവിടെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പക്ഷെ സ്വീകരിച്ചാൽ അത് പ്രതിഫലമുള്ളതാണ്, സുന്നത്തായ കാര്യമാണ്, ഇതുപോലെ ഹക്കായിട്ടുള്ള കാര്യമല്ല. അഞ്ചാമത്തെ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വതശ്മീതുൽ ആതിസി. ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, യർഹമുക്കല്ലാഹ് എന്ന് നമ്മൾ പറയുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പുലർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.